ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ് ഇന്ന്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണിത്. രാമക്കൽ മേട്ടിലെ കാറ്റ് പിടിക്കാത്ത വൈദ്യുതി ഉൽപ്പാദനം എന്നൊരു ഹെഡിങ്ങിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ കേരളം പാടെ അവഗണിക്കുകയാണെന്ന് പരാതി നിലനിൽക്കുമ്പോഴും പരിഹാരം കണ്ടെത്താൻ അധികൃതർക്ക് സാധിക്കുന്നില്ല. ഇതിന് ഉദാഹരണമാണ് രാമക്കൽ മേട്ടിലെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി കാറ്റ് പിടിക്കാത്ത അവസ്ഥയിലായത്. ഇന്നൊരു ഊർജ്ജ സംരക്ഷണ ദിനം കൂടി കടന്നു പോവുകയാണ്. ഇനിയെങ്കിലും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു പതിറ്റാണ്ടിനപ്പുറത്താണ് ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമെന്ന നിലയിൽ അനർട്ട് വിശദമായ പഠനങ്ങൾക്ക് ശേഷം കാറ്റിൽ നിന്നും വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് രാമക്കൽ മേടും പരിസര മേഖലകളും എന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വെസ്റ്റാറ്റ് എന്ന സ്വകാര്യ കമ്പനിക്ക് കാറ്റാടികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുമതിയും നൽകി. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBക്ക് കൈമാറണമെന്ന വ്യവസ്ഥയോടെയായിരുന്നു ഇത് ചെയ്തത്. വെസ്റ്റാറ്റ് 750 കിലോവാട്ട് ശേഷിയുള്ള 14 കാറ്റാടികൾ പുഷ്പകണ്ഠം, കുരുവിക്കാനം, അണക്കര മേഖലകളിൽ സ്ഥാപിച്ചു. പ്രതിദിനം 3 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിരുന്നു ലക്ഷ്യം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നെടുങ്കണ്ട സബ്സ്റ്റേഷനിൽ എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത്. ഇടക്കാലത്ത് വെസ്റ്റാറ്റ് കമ്പനിയും പരിസരവാസികളും തമ്മിലുള്ള തർക്കം മൂലം പലപ്പോഴും വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാറ്റാടികൾ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പം അത് ആരും നോക്കാനില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് സംസ്ഥാനത്ത് ആദ്യമായി കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത്. ഇവിടെ നിന്നും പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ 600 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് ഊർജ്ജ വകുപ്പിന്റെ കീഴിലുള്ള അനർട്ട് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതിനാൽ കഞ്ചിക്കോട് കാറ്റാടി പദ്ധതിയിൽ നിന്നും ഇന്നും ഉൽപ്പാദിപ്പിക്കുന്നത് നാമമാത്രമായ വൈദ്യുതിയാണ്. അവിടെ ഓൾറെഡി നമുക്ക് 600ഓളം മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കാറ്റാടികൾ സ്ഥാപിച്ചതിന് ശേഷം ഇപ്പം കിട്ടുന്നത് നാമമാത്രമായ രീതിയിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത്. ദക്ഷിണേന്ത്യയിൽ ശരാശരി ഏറ്റവും കൂടുതൽ ഇടതടവില്ലാതെ കാറ്റ് വീശുന്ന പ്രദേശങ്ങളാണ് രാമക്കൽമേട് ഉൾപ്പെടെയുള്ള പല മേഖലകളും. അണക്കെട്ടുകളുടെ നാടായ ഇടുക്കിയിലെ ജലവൈദ്യുതികളിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് മഴക്കുറവും കൊടും വേനലും പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കാറുമുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സായ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകുമെന്നിരിക്കെ ഇത്തരം പദ്ധതികളോട് മുഖം തിരിച്ചിരിക്കുകയാണ് KSEB. എന്നിട്ട് ഇത്തരം പരിപാടികളൊന്നും ചെയ്യാതെ നമ്മുടെ ഇന്ന് വില വർദ്ധിപ്പിച്ച് പോവുകയാണ്. അതെ, ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ ഒരു നല്ല രീതിയിൽ കാറ്റാടികൾ അവിടെ ഉണ്ട് എങ്കിൽ അതൊന്ന് നല്ല രീതിയിൽ സംരക്ഷിച്ച് അതിൽ നിന്നും 600ഓളം മെഗാവാട്ടോളം നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ നമുക്ക് അത്രയും വൈദ്യുതി കിട്ടില്ലേ? അപ്പം ആൾക്കാരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ലഭിക്കില്ലേ? നമ്മൾ അത്രയും പൈസ കൊടുക്കണ്ടല്ലോ. എങ്കിലും അവർക്കത് ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. KSEBക്ക് അത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഉപയോക്താക്കളിൽ നിന്ന് പൈസ കൂട്ടി മേടിക്കണം എന്നൊരു അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉള്ളത്. അതാണ് ഇന്നലേക്ക് വേറെ ന്യൂസ് പോയതാണ്, KSEB വില വർധന കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ വേറൊരു ന്യൂസും. എങ്ങനെ നമ്മളിത് സഹിക്കും?